ഹലോ മക്കളെ, എല്ലാവരും 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് +1 പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. റിസൾട്ട് തന്നെ വന്നു. ഏറ്റവും ഗംഭീരമായ റിസൾട്ടാണ് ഒരുപാട് വിദ്യാർത്ഥികളുള്ളത്. ഒരുപാട് പേർക്ക് ഫുൾ A+ ഉണ്ട്, ചിലർക്ക് 9 A+, ചിലർക്ക് 8 A+ ആണ്, ചിലർക്ക് 7, ചിലർക്ക് 6. ഈ നിമിഷം ഒരുപാട് പേർ ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് സയൻസ് ടീം കിട്ടുമോ എന്നാണ് സംശയം. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം പറയാൻ വേണ്ടിയുള്ളത്, മറ്റൊന്നും തന്നെയല്ല. മക്കളെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, എല്ലാ വിഷയങ്ങളും ഗംഭീരമായ ബ്യൂട്ടിഫുൾ തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ഇനി ചിലപ്പോൾ പറയും എനിക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ കൊമേഴ്സ് എടുക്കും, എനിക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കും. മാർക്ക് കുറഞ്ഞവർ പഠിക്കേണ്ട വിഷയമാണ് കൊമേഴ്സ് എന്നും ഹ്യൂമാനിറ്റീസ് എന്നും ഒരു തെറ്റിദ്ധാരണ പൊതുവെ നമ്മുടെ നാട്ടിനകത്തുണ്ട്. ഒരിക്കലും അത്തരത്തിലല്ല. എല്ലാ വിഷയത്തിനകത്തും ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്യാനായിട്ട് അതിൻ്റെതായ കഠിനാധ്വാനം എല്ലാം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. സോ ഒരു വിഷയവും മോശമല്ല. എല്ലാ വിഷയത്തിലും ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ് മാറ്റർ ചെയ്യുന്നത്. ഇനിയുള്ള ഹാർഡ് വർക്ക് തന്നെയാണ് അതിന് ഏറ്റവും അധികം മാറ്റർ ചെയ്യുക. അപ്പോൾ 6 A+ ആയാലും 5 A+ ആയാലും 8 ആയാലും എത്ര മേലെ A+ ഉണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം ഏതാണോ ആ കാണുന്ന സ്ട്രീം എടുത്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണ് മാക്സിമം ചെയ്യാൻ പറ്റാം അത് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. നമുക്കിനി സയൻസ് ടീം വളരെ വിശദമായിട്ട് പരിശോധിക്കാം. സയൻസ് ടീമിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും എല്ലാം തന്നെ അടങ്ങുന്ന ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വർഷമാണ് +1 എന്ന് പറയുന്നത്. ബയോളജിക്കൊക്കെ തന്നെ എന്താണ് 19 പാഠമാണ് നമുക്ക് ബയോളജി വിഷയത്തിൽ മാത്രം പഠിക്കാൻ വേണ്ടിയുള്ളത്. ബോട്ടണിയും സുവോളജിയും എല്ലാം തന്നെയുണ്ട്. സോ ഒരുപാട് പഠിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു വർഷം നിങ്ങൾ എത്തി നിൽക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നും തന്നെയല്ല, മാറുന്ന എക്സാം പാറ്റേൺ തന്നെയാണ്. ഒരു 3 കൊല്ലം മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും പാസ്സാവാൻ വേണ്ടി സാധിക്കും. കാരണം എക്സാം പാറ്റേൺ അങ്ങനെയായിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് വളരെ സുഖമായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് 3 കൊല്ലം മുമ്പ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അത്തരത്തിലല്ല. എക്സാം പാറ്റേൺ മാറുന്നു, ചോദ്യത്തിന്റെ നിലവാരം മാറുന്നു, കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സോ എല്ലാവരും കോൺസെപ്റ്റിന് വേണം ഏറ്റവും അധികം ഊന്നൽ കൊടുക്കാൻ വേണ്ടി. കോൺസെപ്റ്റ് ഊന്നൽ കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഗംഭീരമായ ക്ലാസ് കണ്ടുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിക്കുക തന്നെയാണ്. ഏതൊരു ചെറിയ ടോപ്പിക്കിൽ നിന്നും ആ കാണുന്ന ചെറിയ ടോപ്പിക്കിലെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. കാരണം ആ കാണുന്ന കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നത് ആ ചോദ്യം ചെയ്യുമ്പോഴാണ്. ഒരു ചെറിയ കോൺസെപ്റ്റ് പഠിക്കുന്നു, ആ കാണുന്ന കോൺസെപ്റ്റിന്റെ ചോദ്യം ചെയ്യുന്നു. പിന്നെ ഒരിക്കലും നമ്മൾ ആ കാണുന്ന ഫോർമുല ആയിക്കോട്ടെ, ആ കാണുന്ന കോൺസെപ്റ്റ് ആയിക്കോട്ടെ ഒന്നും മറക്കില്ല. പണ്ട് നമുക്ക് തിയറി മാത്രമായിരുന്നു ചോദ്യമെങ്കിൽ ഇപ്പോൾ തിയറി മാത്രമല്ല, ആ കാണുന്ന തിയറി ബേസ് ചെയ്തുകൊണ്ട് ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ പോലെ, ആ കാണുന്ന തിയറിയുടെ ആപ്ലിക്കേഷൻ പോലെയാണ് ബഹുഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ എല്ലാ മക്കളും അത്തരത്തിലുള്ള ആപ്ലിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ടും. ഈ കാണുന്ന ഏറ്റവും ഗംഭീരമായ ലൈവ് ക്ലാസ്സുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ പറയുന്ന എല്ലാ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും അതുപോലെ തന്നെ എല്ലാ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് വരിക. ആൻഡ് ഈ കാണുന്ന ചോദ്യങ്ങൾ മാത്രം മതിയോ? ക്ലാസ്സിനകത്ത് നമുക്ക് ഏറ്റവും ഗംഭീരമായിട്ട് ക്ലാസ്സുകൾ ലഭിച്ചു. ആ ക്ലാസ് കൊണ്ട് മാത്രം നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമോ? മക്കളെ, നെക്കാലവും പറയും ഒരിക്കലും നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല, ക്ലാസ് കൊണ്ട് മാത്രം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ചോദ്യം തന്നെയാണ്. മക്കളെ, എല്ലാവരും മനസ്സിലാക്കണം, ഈ ഒരു മാറുന്ന എക്സാം പാറ്റേൺ കാലഘട്ടത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് മാറുന്ന പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യപേപ്പറുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എഴുതണം. എക്സാം എഴുതുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലുണ്ടോ, നമുക്ക് എല്ലാം കോൺസെപ്റ്റുകളും ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് എല്ലാം തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾ ഒരു എക്സാം എഴുതുമ്പോഴാണ്. ആ കാണുന്ന എക്സാം നിങ്ങൾ എഴുതുക തന്നെ വേണം. സൈലത്തിനകത്ത് നമ്മൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ആ കാണുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. ആൻഡ് 2-3 പാഠം കമ്പൈൻ ചെയ്യുന്ന നമ്മളൊരു മൊഡ്യൂൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് മൊത്തം ടെക്സ്റ്റ് ബുക്ക് നമ്മൾ 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ കാണുന്ന 4 മൊഡ്യൂൾസ് തീരുമ്പോൾ, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ കഴിയുന്നു, ആ കാണുന്ന മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. സെക്കൻഡ് മൊഡ്യൂൾ കഴിയുന്നു, ആ കാണുന്ന മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. അങ്ങനെ മൊഡ്യൂൾ എക്സാം വൈസ് നമ്മൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ചാപ്റ്റർ വൈസ് നമ്മൾ പഠിച്ചു, മൊഡ്യൂൾ എക്സാമിന് വേണ്ടി പഠിച്ചു. ആൻഡ് ദെൻ നമ്മൾ ക്രിസ്മസും ഓണപരീക്ഷയും എല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായിട്ട് എഴുതുമ്പോൾ ഒരുപാട് പരീക്ഷകളാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ഇത്രമേൽ പരീക്ഷ എഴുതുമ്പോൾ, ഇത്രമേൽ ചോദ്യങ്ങൾ കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം ഇവിടെ പറയുന്ന ടൈപ്പ് ചോദ്യമായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. അത്രമേൽ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും ഞങ്ങളുടെ എക്സാമിനകത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ സൈലത്തിന്റെ അഗ്നി ബാച്ച് ജോയിൻ ചെയ്യാം. അഗ്നി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും താഴെ കാണുന്ന ഫോൺ നമ്പർ 9995400800 ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മെയ് മാസം 24 നമ്മൾ ക്ലാസ്സിൽ ആരംഭിക്കുന്നത്. മെയ് 21 എല്ലാവരും ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചിടുക. നമ്മുടെ പഠനം ഇപ്പോൾ ആരംഭിക്കുന്നു. സ്കൂൾ നമുക്ക് ചിലപ്പോൾ ജൂൺ മാസം ഹാഫ് ആവും ആരംഭിക്കുമ്പോൾ, പക്ഷേ നമ്മൾ നമ്മുടെ +1 പഠനം ഇപ്പോൾ ആരംഭിക്കുന്നു. ഗൈസ്, സോ ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് from Xylem Learning.